യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാകും എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാകും എന്നൊക്കെയാണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത്. ഉടൻ അധ്യക്ഷനെ തീരുമാനിക്കണമെന്ന് KPCC നേതൃത്വം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബിനു ചുള്ളിയിലാണ് കൂടുതൽ നേതാക്കളുടെ പിന്തുണ. ബിനുവിനെ കൂടാതെ OJ ജനീഷ്, KM അഭിജിത്ത്, അബിൻ വർക്കി എന്നിവരും പരിഗണനയിലുണ്ട്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഇതിനകം ഹൈക്കമാൻഡ് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഡി ധനസുമോദ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും. സുമോദ്, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്, നേരത്തെ സുമോദ് തന്നെ പറഞ്ഞതനുസരിച്ച് ഏറെക്കുറെ 2 ദിവസത്തിനകം ഒരു തീരുമാനം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏറെക്കുറെ ഒരു പേരായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടതുണ്ടോ? ആ പേരിന്റെ പ്രഖ്യാപനം എപ്പോഴായിരിക്കും? പേരിന്റെ പ്രഖ്യാപനത്തിന് ഇനി പരമാവധി ഒരു 48 മണിക്കൂർ മാത്രമാണ് സമയം മുന്നിലുള്ളത്. കാര്യം ഈ തരത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇത് ആദ്യം അദ്ദേഹം പാട്നയിൽ കേന്ദ്ര പ്രവർത്തക സമിതി യോഗത്തിലെത്തിക്കഴിഞ്ഞപ്പോഴായിരുന്നു നേരിട്ട് അറിയിച്ചത്. അതിനുശേഷം പിന്നീട് നേതാക്കന്മാരുമായിട്ടുള്ള ആശയവിനിമയത്തിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ നേതാക്കന്മാരുമായി കൂടി ആലോചിക്കുമ്പോൾ തനിക്കൊരു നോമിനി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി സണ്ണി ജോസഫ് ഇപ്പോൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും 4 നേതാക്കന്മാരുടെ യുവ നേതാക്കന്മാരുടെ പേരുകളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ബിനു ചുള്ളിയലിന് സാധ്യത കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം VD സതീശന്റെ പിന്തുണ കൂടിയാണ്. VD സതീശൻ ആദ്യം OJ ജനീഷിന്റെ ഒരു പേരായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. കാര്യം ഈ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു KPCC അധ്യക്ഷൻ, ഇതുകൂടാതെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തന്നെ KSU അധ്യക്ഷൻ കൂടിയുള്ള സ്ഥിതിക്ക് ഒരു അബിൻ വർക്കി എന്ന് പറയുന്ന ഇപ്പോഴുള്ള ഉപാധ്യക്ഷൻ, അദ്ദേഹം സ്വാഭാവികമായും അധ്യക്ഷ പദത്തിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ സമുദായ സന്തുലിതം പാലിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അബിൻ്റെ സാധ്യത മങ്ങിയിരിക്കുന്നത്. പകരം OJ ജനീഷ് ഈഴവ വിഭാഗത്തിലുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേരായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിനു ചുള്ളിയലിൻ്റെ പേരിനോട് എതിർപ്പില്ല എന്നുള്ളൊരു കാര്യം കൂടി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ബിനു ചുള്ളിയലിന് മുൻതൂക്കം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ പൂനെയിലാണ്. മഹാരാഷ്ട്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ കേരളത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം നാളെ രാത്രി മാത്രമായിരിക്കും ഡൽഹിയിലേക്ക് തിരിച്ചെത്തുക. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ബിനു ചുള്ളിലിന്റെ പേരിനാണ് ഈ 4 പേരുടെ സാധ്യതയിൽ നിന്നും മുൻഗണന ഉള്ളത്. KM അഭിജിത്ത്, അതേപോലെ തന്നെ അബിൻ വർക്കി, OJ ജനീഷ് എന്നിവരുടെ പേരുകളാണ്, ഈ 4 പേരുടെ പേരുകളാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബിനു ചുള്ളിയിലിനാണ്. ഏതാണ്ട് ഒരു 1.5 മാസം കഴിയുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നിട്ട്.